ഗുഡ് മോർണിംഗ്. മുറിവേറ്റ മനസ്സ് എങ്ങനെ സുഖപ്പെടും? ചില മുറിവുകൾ കണ്ണുകൾക്ക് കാണാൻ കഴിയും, പക്ഷേ ചില മുറിവുകൾ മനസ്സിലാണ്. അവ കാണാൻ കഴിയില്ല, എന്നാൽ അവയുടെ വേദന വളരെ ആഴത്തിലുള്ളതായിരിക്കും. വിശ്വാസവഞ്ചന, നഷ്ടങ്ങൾ, നിരാശ, പറയാതെ പോയ വാക്കുകൾ, ഇതെല്ലാം മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കാം. എന്നാൽ ഒരു നല്ല വാർത്തയുണ്ട്, മുറിവേറ്റ മനസ്സിനും സുഖപ്പെടാൻ കഴിയും. ആദ്യ പടി, നിങ്ങളുടെ വേദനയെ നിഷേധിക്കരുത്. സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കൂ. വികാരങ്ങളെ അടിച്ചമർത്തുന്നത് പലപ്പോഴും സുഖപ്പെടൽ വൈകിപ്പിക്കാം. രണ്ടാമത്തെ പടി, എല്ലാ ദിവസവും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. എല്ലാ സംഭവങ്ങൾക്കും നമ്മളാണ് കാരണമെന്നില്ല. തെറ്റുകളിൽ നിന്ന് പഠിക്കാം, പക്ഷേ അതിൽ തന്നെ കുടുങ്ങി നിൽക്കേണ്ടതില്ല. മൂന്നാമത്തെ പടി, നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളോട് സംസാരിക്കൂ. വിശ്വാസമുള്ള ഒരാളുമായി സംസാരിക്കുന്നത് പലർക്കും ആശ്വാസം നൽകാറുണ്ട്. നാലാമത്തെ പടി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തൂ. ഒരു ചെറിയ നടത്തം, ഒരു നല്ല പുസ്തകം, പ്രാർത്ഥന, ധ്യാനം, സംഗീതം അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പമുള്ള സമയം, ഇവ മനസ്സിന് ശാന്തി നൽകാൻ സഹായിക്കും. ഓർക്കുക, സുഖപ്പെടൽ ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു യാത്രയാണ്. ചില ദിവസങ്ങൾ എളുപ്പമായിരിക്കും, ചില ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ മനസ്സ് വീണ്ടും പൂക്കും. പ്രതീക്ഷ കൈവിടരുത്, കാരണം ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷവും ഒരു പുതിയ പ്രഭാതം ഉദിക്കും. അതുപോലെ മുറിവേറ്റ മനസ്സിനും സമയവും കരുതലും ലഭിക്കുമ്പോൾ വീണ്ടും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ വിലപ്പെട്ടവരാണ്. നിങ്ങളെ സ്നേഹിക്കൂ. നിങ്ങളുടെ മനസ്സിന് സുഖപ്പെടാൻ ആവശ്യമായ സമയവും കരുതലും നൽകൂ. ഓക്കെ, താങ്ക് യു.